അബിൻ, യഥാർത്ഥത്തിൽ ഈ സന്ദീപ് വാര്യർ മറികണ്ണം ചാടി വരുന്നു, കോൺഗ്രസ് ക്യാമ്പിലേക്ക് വരുന്നു. അതിപ്പോഴും ലീഗിനെ വിശ്വാസപ്പെടുത്താൻ അല്ലെങ്കിൽ ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ മുസ്ലിം വോട്ടർമാരെ, ന്യൂനപക്ഷ വോട്ടർമാരെ വിശ്വാസത്തിലെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ ഈ നീക്കത്തിന്? ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ന്യൂനപക്ഷ വോട്ടർമാരാണ്. അതിന്റെ കാരണം വർഗീയതയിൽ നിന്ന് വിമുക്തി പ്രാപിച്ചുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ മതേതരത്വത്തിൻ്റെ വഴിയിലേക്ക് ഏതൊരു മനുഷ്യൻ മാനസാന്തരപ്പെട്ടാലും അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഈ നാട്ടിലെ ന്യൂനപക്ഷ വിഭാഗക്കാരാണ്. അതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യർ RSSുമായി പൂർണ്ണമായി അദ്ദേഹത്തിന്റെ ബന്ധം വിച്ഛേദിക്കാൻ തീരുമാനിച്ചു. സ്വാഭാവികമായി BJP ആയിട്ട് ബന്ധം വിച്ഛേദിച്ചു. പിന്നെ CPM-ൽ നിൽക്കാൻ പറ്റില്ല, കാരണം RSSന്റെ B ടീമാണ് CPM. അതുകൊണ്ട് അവിടെയും നിൽക്കാൻ പറ്റില്ല. പിന്നെ ഏക മാർഗം എന്ന് പറഞ്ഞാൽ ജനാധിപത്യ പാർട്ടിയായ കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസിലേക്ക് കടന്നു വന്നതിൽ എല്ലാവരും ഹാപ്പിയാണ്. എന്തായാലും BJPയുടെ പ്രതിനിധി ഒരു കാര്യം പറഞ്ഞു, സന്ദീപ് പോയതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നിച്ചു നിൽക്കാൻ ഒരു അവസരമായി എന്ന് പറഞ്ഞാൽ മിനിങ്ങാന്ന് വരെ ഒന്നിച്ചല്ലായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു ബോധ്യം വന്നല്ലോ. അതുകൊണ്ട് തന്നെ ഒരു കാര്യത്തിലും ഒരു സംശയവും വേണ്ട, ഇത് കംഫർട്ടബിളായി റെക്കോർഡ് ഭൂരിപക്ഷത്തോടു കൂടി പാലക്കാട് 23-ാം തീയതി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൊടിയുടെ പാറിപ്പറക്കും. അനീഷ, അതിന് മറുപടി കൂടി കൊടുത്തിട്ട് നമ്മൾ ബാക്കി എഡിറ്റുള്ള അംഗങ്ങളിലേക്ക് പോവാം. അല്ല, ഞാൻ പറഞ്ഞത് ഞങ്ങൾ ഇവിടെ തമ്മിലടിക്കുകയായിരുന്നു എന്നല്ല. എല്ലാ പ്രവർത്തകർക്കും ഒരുപോലെ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ള പ്രവർത്തകർ കൂടി ഒരു പ്രതിസന്ധി വന്ന സമയത്ത് ഊർജ്ജസ്വലരായി രംഗത്തിറങ്ങി എന്നുള്ളതാണ് സൂചിപ്പിച്ചത്. മറ്റൊരു കാര്യം, പിന്നിൽ നിന്ന് ഇത്രയും കാലം പ്രസ്ഥാനത്തെ കുത്തിയ, നമ്മുടെ പ്രസ്ഥാനത്തെ അപമാനിച്ച, അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച ഒറ്റുകാരൻ പുറത്തു പോയത് പ്രസ്ഥാനത്തിന് ഗുണം ചെയ്തു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഇതൊക്കെ ഒരു ഊതി വീർപ്പിച്ച ബലൂണാണെന്ന് ഇതിനോടകം കോൺഗ്രസ്സുകാർക്ക് എല്ലാവർക്കും മനസ്സിലായി. മുരളീധരൻ എന്തായാലും മനസ്സിലായിട്ടുണ്ട്. അബിൻ വർക്കിക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതൊരു ഊതി വീർപ്പിച്ച ബലൂണാണ്. ഇന്നലെ മുതൽ റിപ്പോർട്ട് വരെ ബ്രേക്കിംഗ് ന്യൂസ് ആണ്. BJPയുടെ 8 കൗൺസിലർമാർ പോകുന്നു, 6 കൗൺസിലർമാർ പോകുന്നു, സമുന്നതരായിട്ടുള്ള നേതാക്കന്മാർ പോകുന്നു. നിങ്ങൾ വാർത്ത ബ്രേക്ക് ചെയ്തിട്ട് 24 മണിക്കൂർ കഴിഞ്ഞല്ലോ. ഒരു കുട്ടിയെ ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്ന് കൊണ്ടുപോകാൻ ഈ പറഞ്ഞ ഊതി വീർപ്പിച്ച ബലൂണിന് സാധിച്ചോ? ഒരു കുട്ടിയും ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പോകില്ല. ഒറ്റുകാരൻ മാത്രമേ ഈ പ്രസ്ഥാനത്ത് നിന്ന് പോകുള്ളൂ. ഞങ്ങൾ ഒരുപാട് കാലം അനുഭവിച്ചു, 6 വർഷക്കാലം ഞങ്ങൾ അനുഭവിച്ചു. ഇനി അത് കോൺഗ്രസ് അനുഭവിക്കാൻ വേണ്ടി പോകുന്നു. ഞങ്ങൾ സന്തോഷത്തോടു കൂടി ആ പ്രതിമ കൈമാറി നിങ്ങളത് കൊണ്ടു നടന്നാൽ അത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് ബോധ്യപ്പെടും. സന്ദീപ് വാര്യർ ഒരു മാൻഡ്രേക്ക് ആയിരുന്നു എന്നാണ് പറഞ്ഞു വന്നത്. തീർച്ചയായും ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു ഞങ്ങളുടെ എല്ലാവരുടെയും വികാരമാണ്, ഞങ്ങളുടെ എല്ലാവരുടെയും വികാരമാണ്. ആ ബാധ്യത സ്വയം ഒഴിഞ്ഞു പോയത് കൊണ്ട് എല്ലാ പ്രവർത്തകരും സന്തോഷിക്കുകയാണ്. നമ്മൾ ആ ദിലീപിന്റെ ഒരു സിനിമയുണ്ടല്ലോ, ആ ദിലീപിന്റെ ഒരു രമണനെ കൈമാറാൻ വേണ്ടി ജനാർദ്ദന്റെ അടുത്ത് പോകുന്ന ആ കൊച്ചിൻ ഹനീഫയുടെ സീൻ, ആ കൊച്ചിൻ ഹനീഫ ജനാർദ്ദനെ വിചാരിക്കുന്നത് ആ ആത്മാവാണ് പറിച്ചു കൊടുക്കുന്നതെന്നാണ്. പക്ഷേ ഹനീഫ ചിരിച്ചുകൊണ്ടാണ് തിരിച്ചു വരുന്നത്. ആ ഹനീഫയുടെ അതേ മൂഡിലാണ് ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത്.